ഈ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ യൂട്യൂബ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം ഇത്തരം വിഷയങ്ങൾ, ആത്മീയപരമായ വിഷയങ്ങളും ദീനീപരമായ വിഷയങ്ങളും അതുപോലെ ഇസ്ലാമികപരമായ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ അവതാരങ്ങളൊക്കെ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ പറയുന്ന ഞാനടക്കം. ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ദീനിൻ്റെ ഒരു കാര്യവും പഠിക്കാത്ത ഒരാളാണ്. വളരെ ചെറുപ്പം മുതലേ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മുസ്ലിമായി വളർന്നു. അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ രക്ഷിതാക്കളിൽ നിന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വന്നപ്പോൾ ആ ഇസ്ലാമികപരമായ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ മഹല്ലിലെ ഖത്തീബും അതുപോലെയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വളർന്നു വന്നത്. ഇതിനിടയിലൂടെ യാദൃശ്ചികമായി കണ്ടുമുട്ടിയ സൂഫി വര്യന്മാരും അവരുടെ ജീവിത രീതികളും അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ ജീവിത ചിട്ടകളും അവരിൽ നിന്നുണ്ടാകുന്ന ഓരോരോ പ്രവർത്തനങ്ങളുമൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നു വന്നത്. അപ്പം അങ്ങനെ കണ്ട പല മഹൽ വ്യക്തികളുമുണ്ട്. അത്തരം ആളുകളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ, വളരെയധികം മ്ലേച്ഛമായ രീതിയിലൊക്കെ സംസാരിക്കുന്ന ചില ആളുകളെ കാണുമ്പോൾ, ഇവർ ഇസ്ലാമിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ, യഥാർത്ഥമായ ഒരു ഇസ്ലാം, ആ ഇസ്ലാമിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതല്ലാതെ മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് പരിഹസിക്കുക എന്നുള്ളത് ഒരു മുസൽമാന് ചേർന്ന കാര്യമല്ല. പരസ്പരം ആശയവിനിമയം നടത്താം, അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള തെളിവുകൾ കൊണ്ടുവരാം. അതൊക്കെ വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് കഥ മാറി എല്ലാവരും അവരവരുടെ ആശയങ്ങളൊക്കെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് യൂട്യൂബിലൂടെ അങ്ങ് പറയുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന അബൂബക്കർ മുസ്ലിയാർ എന്ന പേരുള്ള മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചിറ്റിനിമീത്തലിൽ എന്ന് പറയുന്ന തറവാട്ടിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിത കഥ, ആ ചരിത്രം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് ആ ചരിത്രം അന്വേഷിച്ച് പോയെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അത്തരം ചരിത്രങ്ങളുടെ പുറകെ വായിച്ചറിഞ്ഞു പോകുന്നവരും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ വിളിച്ചു പറയുന്ന ചില പണ്ഡിതന്മാരും മനുഷ്യനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ലൈസൻസും ഇല്ലാതെ വിളിച്ചു പറയുമ്പോൾ അത് കേട്ടിട്ട് ഹാലായി നിൽക്കുന്ന മറ്റിതര പ്രസ്ഥാനക്കാരും എല്ലാവരും സ്വതന്ത്രമായി നിന്നുകൊണ്ട് യൂട്യൂബിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പരിഹാസങ്ങൾ കൊണ്ട് ഇവിടെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമുക്ക് എല്ലാത്തിനെയും പരിഹസിക്കാം, കാരണം നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ടവർ ഇത് വിളിച്ചു പറയുമ്പോൾ അവർ കുറച്ച് മായം ചേർത്താണ് ഇതൊക്കെ പറയുന്നത്. എവിടെന്നെങ്കിലും ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ആ കഥ ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ ആ കഥ മാറിപ്പോവും. ഇപ്പോൾ ഒരു വ്യക്തി വളരെ മോശമായ രീതിയിൽ ഈ പറയുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളെയൊക്കെ വളരെ മ്ലേച്ഛമായ രീതിയിൽ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, ഭയന്നിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ ആരെയും പരിഹസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്ന വിഷയം കേൾക്കുന്നവർക്ക് ഊഹിക്കാം, അത്രയേ ഉള്ളൂ.
അപ്പോൾ പ്രസംഗം ഏതോ ഒരു കാലത്ത് ഏതോ ഒരു വ്യക്തി പറഞ്ഞത് കേട്ടുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഏതെങ്കിലും ഒരു പരിപാടി കിട്ടുമ്പോൾ ആ പരിപാടിയിൽ പ്രസംഗിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മളൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഞാനാണെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഉദാഹരണങ്ങൾ കയറി കയറി ചിലപ്പോൾ ഒരു പക്ഷേ ആ വിഷയത്തിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വിട്ടുപോകും. കാരണം നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ള 2-2.5 മണിക്കൂർ നമുക്ക് ഒരു ത്രൂ ഔട്ട് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയാസൊന്നും വെച്ചുകൊണ്ടല്ല, ഏകദേശം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞ് കൊടുക്കുക. അത് സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലൊക്കെ ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. അതിലൊന്നും കൈകടത്താനൊന്നും അവകാശം നമുക്കില്ല. പക്ഷെ കൈകടത്തിക്കൊണ്ട് സംസാരിക്കുന്നവരെയാണ് നമുക്ക് ഭൂരിഭാഗവും കാണാൻ പറ്റുക. കാരണം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ക്ഷമയാണ്. ക്ഷമയില്ലാത്തവൻ മുസൽമാനല്ല. ഖുർആൻ പോലും പറയുന്നത് നീ ക്ഷമയുള്ളവനായി തീരുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഈ സംവാദത്തിന് ഇറങ്ങി പുറപ്പെടണതിൻ്റെ പ്രധാന കാരണം ക്ഷമ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പം ക്ഷമയില്ലാത്തവൻ എങ്ങനെ മുസൽമാനാകും? ക്ഷമിക്കുന്നവൻ്റെ കൂടെയാണ് ഞാനെന്നാണ് റബ്ബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അള്ള കൂടെ ഉണ്ടാകണമെങ്കിൽ ക്ഷമിക്കുന്ന ഒരാളോടൊപ്പം പറ്റുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്കും ചാടിപ്പുറപ്പെടുന്ന ആളുകളും പരിഹസിക്കുന്ന ആളുകളെയുമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് മുസ്ലിമായ ഒരു വ്യക്തി ഇല്ല. മുസ്ലിം പേരുള്ള ഒരു വ്യക്തി മുസ്ലിം പേരുള്ള മറ്റൊരു വ്യക്തിയുമായിട്ട് തർക്കിക്കുന്നു. പക്ഷെ മുസൽമാനോട് തർക്കം നടക്കുന്നില്ല. മുസ്ലിം പേരുള്ള വ്യക്തികൾ തമ്മിലുള്ള പരസ്പരം രണ്ടു കൂട്ടർക്കും അറിയാത്ത കാര്യങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അറിഞ്ഞ് പറയുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ ഞാനൊരു കഥ ഓർക്കുകയാണ്. വേറൊന്നുമല്ല, ഇപ്പോൾ പൊതുവേ ഇപ്പോൾ CM വലിയുല്ലാഹി, CM മടവൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, മടവൂർ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ അവരെ ഹയാത്തിൽ കണ്ട ഒരാളാണ്. അവരുടെ ജീവിതവും അവരുടെ ജീവിത രീതികളും അവരുടെ സംസാരവും അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ കണ്ട് വളരെയധികം ബോധ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അവരുടെ കറാമത്തും കഥകളും ഒന്നും പറയാൻ ഞാൻ ആളല്ല. അതെല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതെല്ലാം ചില നിമിത്തങ്ങളിൽ ചില നിമിഷങ്ങളിലൊക്കെ ഉണ്ടായി പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ രസകരമായ ഒരു കാര്യം, ഞാനിങ്ങനെ മുമ്പൊരിക്കൽ ഈ സൂഫി ഗുരുക്കന്മാരുമായിട്ടുള്ള യാത്രക്കിടയിൽ ഒരു കഥ പറയുകയുണ്ടായി. അതായത് ഇപ്പോൾ മടവൂർ ഷെയ്ഖിനെ പറയുന്നത് മാനസിക രോഗിയാണ്, മാനവ രോഗിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, കാരണം അത് അള്ളാഹിൻ്റെ റസൂൽ വരെ കേട്ടിട്ടുള്ളതാണ് ഭ്രാന്തനാണെന്ന്. അപ്പോൾ അതൊന്നൊരു വിഷയമല്ല, അത് കേൾക്കും. അപ്പോൾ ഒരു മനോനില നഷ്ടപ്പെട്ട ഒരു വ്യക്തി, അയാൾ മരിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഒരു കഥയാണ് കേട്ടോ. മരിക്കാൻ വേണ്ടി നടക്കുകയാണ്, അയാൾക്ക് മരിക്കണം. അതിനുവേണ്ടി അയാൾ ഓരോ വഴികളും തേടുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അവസാനം അയാളൊരു മരത്തിൻ്റെ മുകളിൽ കയറി അയാളിരിക്കുന്ന കൊമ്പ് തന്നെ അയാൾ വെട്ടാൻ തുടങ്ങി. ഈ സമയം അതുവഴി നടന്നു വന്ന ഒരാൾ അത് കണ്ടുകൊണ്ട് വളരെയധികം ഭയത്തോടെ അയാൾ ഏത് നിമിഷവും മുറിഞ്ഞ് ആ മരക്കഷ്ണവുമായി താഴത്ത് വന്ന് വീഴും എന്ന് കണ്ടപ്പോൾ അദ്ദേഹം വളരെ ഉച്ചത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, താൻ എന്ത് കോപ്രായമാണ് ഈ കാണിക്കുന്നത്? താൻ നിലത്ത് വീഴും എന്ന് പറയലല്ല, അയാൾ ആ മരം ഒടിഞ്ഞ് താഴത്തേക്ക് വീണു. ആ വീണ മനുഷ്യൻ വളരെ അത്ഭുതത്തോടു കൂടി ഈ പറഞ്ഞ ആളുടെ കാൽക്കൽ വന്ന് വീണിട്ട് പറഞ്ഞു, താങ്കൾ ഒരു സാധാരണ മനുഷ്യനല്ല, താങ്കൾ ഒരു ദിവ്യനാണ്. അപ്പോൾ നീ എന്തൊക്കെയാണ് പറയണത്? അതെ, ഞാൻ മരിക്കാൻ വേണ്ടി നടക്കുന്നവനാണ്. പക്ഷെ ഞാൻ ഈ കൊമ്പിലിരുന്ന് വെട്ടിയപ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞില്ലേ ഈ കൊമ്പൊടിഞ്ഞ് താഴെ വീണു, ഞാൻ വീണു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വരം തരണം.
എന്ത് ചെയ്താലും ഇയാൾ പിന്തിരിയാൻ തയ്യാറല്ല. ഒടുവിൽ ഇയാളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്, കാരണം ഇയാൾ സമനില തെറ്റിയ ഒരാളാണെന്ന് മനസ്സിലാക്കിയ ആ വ്യക്തി ഇയാളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറഞ്ഞു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? എനിക്ക് മരിക്കണം. അപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മാറിയാണ് കടൽ നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നീ കടലിൻ്റെ അരികിൽ ചെന്നിട്ട് തലകുത്തി നിൽക്കൂ, കാല് മേൽപോട്ടാക്കിയിട്ട് തലകുത്തി നിൽക്കൂ, അപ്പോൾ നീ മരിച്ചു. ആണോ? അപ്പോൾ ഞാൻ മരിച്ചു? ആ മരിച്ചു എന്ന് പറയാനല്ല, ഇയാൾ വലിയ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ ഇയാൾ കടലിൻ്റെ അരികിൽ വന്നിട്ട് തല കുത്തി കാല് മേപ്പോട്ടാക്കി നിൽക്കുകയാണ്. തിര ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ കയറി വരുന്നു, ഇയാളുടെ മൂക്കോളം എത്താൻ തുടങ്ങി. ഈ സമയത്ത് കടലിൽ പോയ ഒരാൾ വഞ്ചിയുമായി വന്നു കയറുമ്പോൾ കടൽക്കരയിൽ തലയും കുമ്പിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ട്, തലകുത്തി നിൽക്കുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് ഇയാളാകെ അസ്വസ്ഥനായി. എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി ഇവന് ഈ സമനില തെറ്റിയിരിക്കുന്നതാണ്. അങ്ങനെ ഒരു വടി എടുത്തുകൊണ്ട് വന്ന് അയാളുടെ ചന്തിക്ക് നോക്കി ഒരു അടി കൊടുത്തിട്ട് ഓടറാന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് ഓടി. അങ്ങനെ ഇയാൾ ഓടി വരുമ്പോൾ ഒരു പള്ളിയിൽ രാത്രിയിൽ വഅദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഓടി വരുമ്പോൾ കേൾക്കുന്ന ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ മരണപ്പെട്ട് ഖബറിലേക്ക് ചെല്ലുമ്പോൾ മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്നുകൊണ്ട് നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതാണ്, കയ്യിൽ നല്ലൊരു വടിയുമുണ്ടായിരിക്കും. ഇത് കേട്ട ഈ മനുഷ്യൻ ചാടി ഓടി ആ സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, ആ ജനങ്ങളോട് പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, ഇയാൾ പറയുന്നത് പച്ച കള്ളമാണ്. കാരണം ഞാൻ മരിച്ച ആളാണ്. എന്നെ തല്ലിയത് മുൻകർ നക്കീറല്ല, മീൻകാരനാണ്. അപ്പോൾ ഇതൊരു ഭ്രാന്തൻ പറഞ്ഞതാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ ചില ഭ്രാന്തന്മാർക്ക് ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോൾ അവർ വിളിച്ചു പോവും. അവർ വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർക്കതൊരു ലഹരിയാണ്. ബോധമുള്ളവൻ പ്രതികരിക്കില്ല, ബോധമുള്ളവൻ മൗനം പാലിച്ച് പോകുകയുള്ളൂ. അവൻ്റെ താടിയിൽ വന്ന് തോണ്ടിയാൽ മാത്രമേ അവൻ പ്രതികരിക്കുള്ളൂ, അതുവരെയും അവൻ നിശബ്ദനായിരിക്കും. അലി റളിയല്ലാഹുവിൻ്റെ ചരിത്രം നോക്കുമ്പോൾ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ദീനിനു വേണ്ടി യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ മുഖത്തേക്ക് ഇങ്ങനെ കാർക്കിച്ചു തുപ്പിയപ്പോൾ അരിശം കൊണ്ട് അയാളെ വെട്ടി നുറുക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ വാൾ ഉറയിലേക്കിട്ട് അവിടെ നിന്ന് പിന്തിരിയുകയാണ് ചെയ്തത്. പിന്തിരിഞ്ഞതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ, ഞാൻ അദ്ദേഹവുമായി യുദ്ധം വെട്ടിയത് ദീനിന് വേണ്ടിയിട്ടാണ്, തുപ്പിയതിന് വേണ്ടി ആയിപ്പോകരുതെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞത്. ഇതാണ് ദീൻ എന്ന് പറയുന്നത്, ദീൻ വിശ്വസിച്ച ഒരാളുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംവാദങ്ങളെല്ലാം ഒരു യാഥാർത്ഥ്യത്തിന് വേണ്ടിയാകണം, അല്ലാതെ ഞാൻ വലുത് അവൻ ചെറുത് എന്നുള്ള കാഴ്ചപ്പാടിലൂടെയാണ്, സംഘടനാപരമായിട്ടാണ്, സംഘടനയുടെ വലിപ്പത്തിന് വേണ്ടിയിട്ടാണ് പലരും സംവാദങ്ങൾ നടത്തുന്നത്. എന്താണ് ദീനെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇന്ന് ഏറ്റവും അധികം യൂട്യൂബിലുള്ളത്. ഈ പറയുന്ന ഞാൻ പോലും പറഞ്ഞല്ലോ, ഞാൻ ഖുർആൻ ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഹദീസുകൾ പഠിച്ചിട്ടില്ല, ഞാൻ അതുപോലെ ചരിത്രപരമായ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എനിക്കുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ മതമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കാരുണ്യം എന്ന് പറയുന്ന സാധനം കാണാനില്ല. ഹിന്ദു മുസ്ലിം തർക്കം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പൊതുവേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാണ് യുദ്ധം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം പേരുകാരായ ആളുകൾ തമ്മിലാണ് ശരിയായ യുദ്ധം നടക്കുന്നത്. ഒരു വിഭാഗത്തെ പരിഹസിക്കുന്നു, മറ്റൊരു വിഭാഗം ഈ വിഭാഗത്തെ പരിഹസിക്കുന്നു. ഖബർ ആരാധന, ഖബർ സിയാറത്ത്, ഖബർ കെട്ടിപ്പോക്കൽ, ഖബറിൽ തുണിവിരിക്കൽ, അങ്ങനെ വേണ്ട സർവ്വ കാര്യങ്ങളും പറഞ്ഞൊരു വിഭാഗം. മറുവിഭാഗം അതിനെ ന്യായീകരിച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ അവരും, അങ്ങനെ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിംഹവും പുലിയും കണ്ടുമുട്ടിയ പോലെ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുമ്പോൾ സാധാരണക്കാരായ ആട്ടിൻകുട്ടികൾ ഇതൊന്നും മനസ്സിലാക്കാതെ
രണ്ട് വിഭാഗത്തിലേക്കും പെട്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഒരു വിവരവുമില്ലാത്ത, ഒരറിവുമില്ലാത്ത, ദീനീപരമായ വിഷയങ്ങൾ അറിയാത്ത ആളുകളൊക്കെ പെട്ടുപോവുകയാണ്. എങ്ങനെയാണ് ദീൻ, എന്താണ് ദീൻ, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് സത്യം എന്നൊക്കെ നമ്മൾ ഒന്ന് ശരിക്കും പരിശോധിക്കണം. ഇപ്പോൾ പറയുന്നു മടവൂര് കള്ളൻ, മടവൂര് മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അങ്ങനെ ആയി തന്നെ ആയിക്കോട്ടെ. ഈ കാലഘട്ടത്തിലുണ്ടായ കാര്യങ്ങളാണ്. നമ്മൾ പ്രവാചകരിൽ യാതൊരു സംശയവുമില്ലല്ലോ. റസൂലുള്ളയിൽ ആർക്കും ഒരു സംശയമില്ല. മുസ്ലിമായ മുജാഹിദിനും ജമാഅത്ത് ഇസ്ലാമിക്കും തബ്ലീഗിനും അതുപോലെ തന്നെ സുന്നികൾക്കുമൊക്കെ പൂർണ്ണമായിട്ടും റസൂലിനെ വിശ്വാസമാണ്. അപ്പോൾ ഞാൻ ഒരു കഥ കേട്ടപ്പോൾ ആ കഥയിൽ എനിക്ക് വന്നൊരു സംശയം, അള്ളാഹുവിൻ്റെ റസൂല് 7-ാം ആകാശത്ത് ചെല്ലുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന വിഭാഗത്തിനൊന്നും ഒരു തർക്കമില്ല. അള്ളാഹു എല്ലാം അറിയുന്ന ആളാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ച ആളാണ്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പോൾ ഭയങ്കര അറിവുള്ള ഒരാളാണ്. അപ്പോൾ ആ റബ്ബിൻ്റെ അരികിലേക്ക് റസൂലുള്ള ചെല്ലുന്നു. റസൂലുള്ളാഹ്ക്ക് 50 വക്കത്ത് നിസ്കാരം കൊടുക്കുന്നു. ഞാൻ കേട്ടൊരു കഥയാണ്, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും എനിക്കറിയില്ല. പല മുസ്ലിയാക്കന്മാരും പല പ്രഭാഷണ വേദികളിലും പറയുന്ന കാര്യങ്ങൾ കേട്ടുള്ള അറിവാണ്. അപ്പോൾ 50 വക്കത്ത് നിസ്കാരം കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തിൽ അത് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് വരാൻ തയ്യാറാകുമ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. റസൂലുള്ളാഹിയുടെ കാലത്തിന് മുമ്പേ കടന്നുപോയ ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ട് റസൂലിനെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ 50 വക്കത്ത് നിസ്കാരം ജനങ്ങൾക്ക് കൊടുത്താൽ ജനങ്ങളത് സ്വീകരിക്കില്ല, അതുകൊണ്ട് അത് കുറയ്ക്കാൻ പറയുകയാണ്. അങ്ങനെ പല സമയങ്ങളിലായിട്ട് പല തർക്കങ്ങളിലൂടെ നിസ്കാരം ഇങ്ങനെ കുറച്ച് 5 മാറിയെന്ന് പറയുകയാണ്. ഈ കഥയിൽ മുജാഹിദിൻ്റെ വാദം എന്താണ്, തബ്ലീഗിൻ്റെ വാദം എന്താണ്, ഹനഫിയുടെ വാദം എന്താണ്, സുന്നിയുടെ വാദം എനിക്കറിയില്ല. ഞാൻ കേട്ടൊരു കാര്യമാണ് പറയണത്. അപ്പോൾ ഇതിങ്ങനെ തർക്കം നടത്തി ഒടുവിൽ 5 മാറ്റി. ഇന്ന് 5 വക്കത്ത് നമസ്കാരമാണ് എല്ലാ മുസ്ലിം ജനങ്ങളും നിസ്കരിക്കുന്നത് എങ്കിൽ ഈ 5 വക്കത്ത് നിസ്കാരം നമുക്ക് തന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയാനേ പറ്റുള്ളൂ. റസൂലുള്ള തന്നാണെന്ന് പറയാൻ പറ്റില്ല. കാരണം റസൂൽ 50 വന്നത്, മൂസാ നബിയാണ് അത് 5 കുറച്ച് തന്നത്. ഇവിടെ 5 നേരത്തെ നിസ്കാരം തന്നെ മര്യാദക്ക് നിസ്കരിക്കാൻ ആരെക്കൊണ്ടും പറ്റുന്നില്ല. അത് തന്നെ കഥയായി പോകുന്നവരുണ്ട്. അങ്ങനെ പല അവസ്ഥകളിലുമായി പോകുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഈ 5 നേരത്തെ നിസ്കാരം കൊണ്ടുവരാൻ സഹായിച്ച ഒരാൾ മൂസാ നബി. അപ്പോൾ ഞാൻ ആലോചിക്കണേ, ഈ ലോകത്തെക്കുറിച്ച് അറിയാവുന്ന, ഈ ലോകത്തെ സൃഷ്ടിച്ച, അങ്ങനെ സർവ്വ അറിവുമുള്ള അള്ളാഹ്ക്ക് എന്താണ് ഇത് മനുഷ്യർ ചെയ്യൂല എന്ന് തോന്നാൻ കാരണം? റസൂലിന് എല്ലാം അറിയാം, എല്ലാ കഴിവുകളുണ്ടായിട്ടും എല്ലാ ഇതുണ്ടായിട്ടും ഈ 50 വക്കത്തും കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായപ്പോൾ മൂസാ നബി വന്നിട്ട് പറഞ്ഞപ്പോൾ അത് 5 കുറച്ചതിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ ഒരു സാധാരണ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ കഴിവ് അള്ളാഹ്ക്കാണോ റസൂലിനാണോ മൂസാ നബിക്കാണോ? സാധാരണ രീതിയിൽ ഇപ്പം നിങ്ങളൊക്കെ മുജാഹിദുകാരും ഇവരൊക്കെ ചിന്തിക്കണ പോലെ ഞാനൊന്ന് ചിന്തിച്ചു പോകണമെന്ന്. ആ ചിന്തയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എല്ലാത്തിനേക്കാളും വിവരമുള്ള ഒരാൾ മൂസാ നബിയാണ്. അപ്പം ഇങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ഈ രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഉത്തരം കിട്ടാത്തൊരു കഥയാണ്. അപ്പം ഇതെല്ലാം വളരെ വിശദമായി സംസാരിക്കേണ്ടതും അവരവരുടെ വിശ്വാസം അവരവർക്ക് വലുതുള്ള അടിസ്ഥാനത്തിൽ വിട്ടുകൊടുക്കുക. കാരണം ഇപ്പം മുജാഹിദിലുള്ള ആളുകളെ മുജാഹിദ് നന്നാക്കാൻ നോക്കും, സുന്നിയിലുള്ള ആളുകൾ സുന്നി നന്നാക്കട്ടെ, ഓരോ വിഭാഗങ്ങൾ അവരവരുടെ ആൾക്കാരെയും കൊണ്ട് നടക്കട്ടെ. എന്തായാലും റബ്ബിൻ്റെ കോടതിയിലാണ് മുജാഹിദ് ഇപ്പോൾ സുന്നികളെ ശിക്ഷിക്കാൻ പറ്റില്ല, സുന്നികൾക്ക് മുജാഹിദിനെയും ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ തമ്മിൽ ഈ സംവാദം നടത്തി തർക്കം നടത്തി നിങ്ങളുടെ പരദൂഷണത്തിൻ്റെ വാതിലുകളാക്കണം. എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിൻ്റെ വക്താക്കളാണെങ്കിൽ ഈ പരദൂഷണം നിങ്ങൾ അവസാനിപ്പിക്കും.
എന്നിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കൂ. ശിക്ഷയൊക്കെ റബ്ബിൻ്റെ കോടതിയിലാണെങ്കിൽ അവിടെ നടക്കട്ടെ, സുന്നികൾ നരകത്തിലാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. നിങ്ങളെന്തിനായാലും സങ്കടപ്പെടണം? റസൂലുള്ളാഹിനോട് വരെ പറഞ്ഞത്, അല്ലയോ നബിയെ താങ്കൾ പറയുക, ആരെയും വലിച്ചഴക്കരുതെന്നാണ്. നിങ്ങളുടെ സംസാരങ്ങൾ മൊത്തം വലിച്ചഴക്കലാണ്. അങ്ങനെ പലരും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വളരെ ഗൗരവമായ രീതിയിൽ പരിഹസിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാണ്ട് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചർച്ചയല്ല കാണുന്നത്. പരസ്പരം ഞങ്ങളാണ് വലുതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അതിൽ പെട്ടുപോകുന്ന ഒരു അറിവുമില്ലാത്ത പിള്ളേർ ഈ പറയുന്ന മുജാഹിദിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ, സുന്നിയുടെ സംസാരം കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ, രണ്ടു കൂട്ടരും അൽഹംദുലില്ലാ പറയുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനടക്കം നമ്മളൊന്ന് അന്വേഷിക്കുക, നമുക്ക് ബോധ്യപ്പെട്ടതിൽ നമ്മൾ സഞ്ചരിക്കുക. ഈ നേതാക്കന്മാരുടെ പുറകെ നടക്കാതെ നമ്മൾ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട്, നമുക്ക് അറിവും വിവരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രന്ഥങ്ങളൊക്കെ മലയാളത്തിലുണ്ട്, അതെല്ലാം ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി അതൊക്കെ ഒന്ന് ചിന്തിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലുമായിട്ടൊരു ചർച്ച നടത്തി അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പരിശ്രമിക്കുക. അതാണ് വേണ്ടത്. ഇവിടെ അല്ലയോ ജനങ്ങളെ എന്നാണ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ മുസ്ലിമീങ്ങളെ എന്നല്ല. യാ യുഹന്നാസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അതിൽ പെട്ടിട്ടുണ്ട്. മുജാഹിദും സുന്നിയും ഹിന്ദുവും എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരോടും കൂടി പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമയുള്ളവനാകുക. ക്ഷമയില്ലാത്തവൻ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അനുയായിയാകുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യവാനും കരുണാനിധിയും. ഈ അള്ളാഹ് കരുണയുള്ളവൻ എന്ന് പറയാൻ നമുക്ക് ആദ്യം ഒരു കരുണ ഉണ്ടാകണം. നമ്മുടെ ഉള്ളിൽ മുഴുവൻ വിഷം വെച്ചിട്ട് അള്ളാഹു കാരുണ്യവാനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അപ്പം അതുകൊണ്ടിട്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ അഴുക്ക് കാണുമ്പോൾ അവിടെ നിന്ന് മാറി നടക്കുക. അതാണ് ഏറ്റവും ഉത്തമം. അതിൽ നിന്ന് മാറി നടക്കുക. അല്ലാതെ അതിലേക്ക് ചാടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടി സഞ്ചരിക്കാതെ സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചുകൊണ്ട് മുന്നേറുക. നിങ്ങളുടെ ഈ പരസ്പരമായ ഇപ്പോൾ ഹിന്ദു മുസ്ലിം വർഗീയതയല്ല, മുസ്ലിങ്ങൾക്കിടയിലുള്ള വർഗീയതയാണ് ഏറ്റവും അധികം നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പൊതുവെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു തർക്കമാണ് ഈ ഹിന്ദു മുസ്ലിം വർഗീയത. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയപരമായ രീതിയിലുള്ളതാണ്. അതവർക്ക് അവരുടെ ഉദ്ദേശങ്ങളുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾക്ക് എന്തുദ്ദേശമാണുള്ളത്? ഈ മുസൽമാനായിട്ട് ജനിച്ച ആളുകൾ പല ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് ഇവിടെ തർക്കം നടത്തുന്നത് എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്? ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ BJPയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് പറയുന്നത്. യാഥാർത്ഥ്യം എനിക്കറിയില്ല. അങ്ങനെയാണ് പൊതുവെ സംസാരങ്ങളെല്ലാം. കാരണം എന്താ വെച്ചാൽ പല തെറ്റിദ്ധാരണകളും പല രീതിയിലും വരുന്നുണ്ട്. ഓരോ വിഭാഗത്തിനെ അടിച്ചമർത്താൻ വേണ്ടി പല ന്യൂനതകളും ഇവരുടെയൊക്കെ മേലിലേക്ക് ഇട്ടുകൊണ്ടാണ്, വിഷയങ്ങളെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കാൻ വലിയ പാടാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ തമ്മിൽ തർക്കം നടത്തുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഒരള്ളയുണ്ട്, ഒരു റസൂലും ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ മോമിനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് വിഷയം. അപ്പോൾ മോമിൻ്റെ ലക്ഷണം എന്താണ്? നീ ക്ഷമയുള്ളവനാകുക, സൽക്കർമ്മം ചെയ്യുന്നവനാകുക, പാശ്ചാത്താപമുള്ളവനായി മാറുക. ഈ പാശ്ചാത്താപവും ഇല്ല, സൽക്കർമ്മവും ഇല്ല. ഇനി സൽക്കർമ്മം തന്നെ ചെയ്താലും അതും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വലിയ പെരുന്നാൾ വരികയാണ്, ബലിപെരുന്നാൾ എന്നാണ് പറയുന്നത്. ബലിപെരുന്നാൾ വരുമ്പോൾ പോത്തുകളെയും കൊണ്ടുവരുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നിട്ട് അവർ തന്നെ അതെല്ലാം ഒരു സദക്കയായിട്ട് കൊടുക്കുന്ന ഒരു കാര്യത്തിനെയൊക്കെ പുകഴ്ത്തി പറയുന്നത്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന പോത്താണ്, എങ്ങനെ ഉണ്ടടാ എന്ന് അതിൽ നോക്കിയിട്ട് കിബറ് കാണിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇറച്ചിയൊക്കെയാണ് ഓരോരുത്തർ വാങ്ങിക്കൊണ്ടുപോയി തിന്നണത്. അപ്പം ആദ്യം ഇത്തരം നമ്മൾ കൊടുക്കുന്നത് അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ബലിയർപ്പിക്കാൻ കൊടുക്കുന്ന ആ ഒരു കാര്യത്തിനെ നമ്മൾ പുകഴ്ത്താതിരിക്കുക. അത് ഇബ്ലീസിൻ്റെ പണിയാണ്.
മറ്റുള്ളവർ പറയണ കേട്ടിട്ട് സ്വയം ഒന്ന് സന്തോഷിക്കുന്നത് ഇബിലീസിൻ്റെ പണിയാണ്. അപ്പം അതുകൊണ്ട് അത്തരം ചിന്താഗതികളിൽ നിന്നെല്ലാം മാറി എല്ലാ ആളുകളും എന്താണ് ഇസ്ലാം എന്ന് പഠിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞുകൊണ്ടിട്ട് മറ്റുള്ളവർക്ക് നേരെ കുതിര കയറാൻ നടക്കുക. അല്ലാതെ നിങ്ങൾ വെറുതെ ചാടിക്കയറി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രതികരിച്ച് നിങ്ങളുടെ ഈമാൻ നിങ്ങൾ കളയരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.